ഹായ് വെൽക്കം ടു സ്മാർട്ട് ഫോളിയോ. നമുക്കറിയാം നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി എല്ലാം ഓൾ ടൈം ഹൈയിലാണുള്ളത്. എല്ലാ ഇൻവെസ്റ്റേഴ്സും തന്നെ ചെറിയൊരു പേടിയിലായിരിക്കും ഇപ്പോൾ നിൽക്കുന്നുണ്ടാവുക. കാരണം എപ്പോഴാണ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരിക എന്നുള്ളത് നോക്കിയിട്ട് നിൽക്കാവും അല്ലേ. ഈ സമയത്ത് ഓട്ടോമാറ്റിക്കലി വേറൊരു കാര്യം കൂടി നമുക്ക് ഈ ഒരു സമയത്ത് പറയാം. കാരണം ഓൾവേസ് നമ്മളെ നിഫ്റ്റി അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ബുള്ളിഷ് ആയിരിക്കുന്ന സമയത്ത് ഗോൾഡിന്റെയും സിൽവറിന്റെ ഒക്കെ പ്രൈസ് താഴോട്ടും, നമ്മളെ സ്റ്റോക്ക് മാർക്കറ്റ് ഡൗൺ ആവുന്ന സമയത്ത് സിൽവറിൻ്റെതും അതേപോലെ തന്നെ ഗോൾഡിന്റെ ഒക്കെ പ്രൈസ് മുകളിലോട്ടാണ് സാധാരണ യൂഷ്വലി അങ്ങനെയാണ് പോവാറുള്ളത്. അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യം നിലനിൽക്കെ ഞാൻ ഇപ്പോൾ പറയുന്നത് സിൽവർ ബീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സമയമാണ് ഇപ്പോൾ. സിൽവർ ബീസ് ഓൾറെഡി അതിന്റെ ഹൈ പ്രൈസ്, ഓൾ ടൈം ഹൈ പ്രൈസ് അറൗണ്ട് ഒരു 9% ഡൗൺ ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് അതിന്റെ പ്രൈസ് ചാർട്ടിലോട്ട് പോയി നോക്കാം. അതിന്റെ ചാർട്ടിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇതിന്റെ ഓൾ ടൈം ഹൈ എന്നുള്ളത് 93.23 ആയിരുന്നു. ഇപ്പോഴത്തെ കറന്റ് പ്രൈസ് എന്ന് പറയുന്നത് 87.36-38 എന്നുള്ള ഒരു ലെവലിലാണ്. പക്ഷെ ഇത് ഓൾ ടൈം ഹൈയിൽ നിന്നും താഴേട്ട് ഏകദേശം 84.776 ആ ഒരു റേഞ്ചിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ ഒരു റേഞ്ചിൽ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു കയറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എൻ്റെ ഒരു രീതിയിൽ, എൻ്റെ ഒരു വ്യൂവിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ അത്യാവശ്യം നല്ലൊരു സമയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന രീതി എന്ന് പറയുമ്പോഴും ഏകദേശം കറന്റ് പ്രൈസിൽ, അതായത് 87.3.4 ആ ഒരു റേഞ്ചിൽ ഏകദേശം ഞാൻ ഉദ്ദേശിക്കുന്ന ക്വാണ്ടിറ്റിയുടെ ഹാഫ് ക്വാണ്ടിറ്റി ഞാൻ ഇതിൽ ബൈ ചെയ്യും. എന്നിട്ട് വീണ്ടും ഒരു കറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഒരു കറക്ഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു 82 ഈ ഒരു റേഞ്ചിൽ, ഒരു 82 എന്നുള്ള ഒരു റേഞ്ച് വരെ വരേണ്ടതാണ്. ആ ഒരു റേഞ്ചിൽ എത്തുക, അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിനെ ക്രോസ് ചെയ്ത് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ എത്തുന്ന സമയത്ത് വീണ്ടും ഒരു 50% കൂടെ ആഡ് ചെയ്യും. നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതി നിങ്ങൾക്ക് സ്വയം തന്നെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതിന്റെ മുമ്പ് തന്നെ നമുക്ക് ഇതിന്റെ ഒരു ഡെലിവറി പെർസെൻറ്റേജ് നമുക്ക് NSEയുടെ സൈറ്റിൽ പോയിട്ട് ഇതിന്റെ ഒരു ഡെലിവറി പെർസെൻറ്റേജ് കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നും കൂടെ നമുക്ക് ഇതിന്റെ ഒരു കൺഫർമേഷൻ കിട്ടും. അതിനു വേണ്ടി നമുക്ക് പോകേണ്ടത് NSEയുടെ സൈറ്റിൽ തന്നെ പോകണം. ആദ്യം NSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നമ്മൾ അതിൽ പോകുമ്പോഴും ഓക്കെ NSEയുടെ സൈറ്റിൽ നമ്മൾ ഈ റിസോഴ്സസിൽ വരിക. റിസോഴ്സസിൽ വന്നതിന് ശേഷം അതിന് നേരെ താഴെ ഹിസ്റ്റോറിക്കൽ റിപ്പോർട്ട്സ് ഉണ്ട്. അതിൽ സെക്യൂരിറ്റി വൈസ് പ്രൈസ് വോളിയം ആർച്ചിവ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ സിമ്പിൾ ഉണ്ടാവും. ഈ സിമ്പിളിന്റെ ഭാഗത്ത് നമുക്ക് സിൽവർ ബീസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സിൽവർ ബീസ്. എന്നിട്ട് അതേപോലെ തന്നെ വൺ ഡേ പോലെ നമുക്ക് ഒരു 1 വീക്ക് നോക്കാം. ഓക്കെ, എന്നിട്ട് ഒന്ന് മുകളിലോട്ട് സ്ക്രോൾ ചെയ്താൽ നമുക്ക് ഇവിടെ കിട്ടി. ഇത് ടോട്ടൽ വോള്യത്തിലെ ഡെലിവറി പെർസെൻറ്റേജ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം 26 ജൂണിന് 69% ആയിരുന്നു. 27 ജൂണിന് അത് 85% ആയി. 28 ജൂണിന് അത് ഇത്തിരി കുറഞ്ഞ് 77 ആയി, 77.64% ആയി. ഫസ്റ്റ് ജൂലൈക്ക് അത് ഒന്നുകൂടെ കുറഞ്ഞ് 56.98 ആയി. പിന്നെ ഇന്നലെ, അതായത് 2nd ജൂലൈക്ക് അത് 91.7, എന്നാൽ ഇതുവരെ വന്നതിൽ ഏറ്റവും നല്ല ഹൈ പെർസെൻറ്റേജ് ആണ്, ഹൈ ഡെലിവറി പെർസെൻറ്റേജ് ആണ് ഇന്നലെ സംഭവിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ ഒരു 1 മന്തിലോട്ട് കൂടി കവർ ചെയ്ത് നോക്കാം. 1 മന്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുവരെ 91.1% വന്നിട്ടില്ല. 1 മന്തിൽ, കഴിഞ്ഞ ഒരു മാസത്തിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ഡെലിവറി പെർസെൻറ്റേജ് ആണ് ഇന്നലെ വന്നിരിക്കുന്നത്. നല്ലൊരു സൈൻ ആണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ സിൽവർ ബീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സമയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു വ്യൂവിൽ ഇപ്പോൾ സിൽവർ ബീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സമയമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസത്തോടെ, ദിസ് ഈസ് VM Rafiq signing off.